തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വിതരണത്തിൽ വൻ വീഴ്ച. തിരുവനന്തപുരം താലൂക്ക് ഓഫീസ് വഴി വിതരണം ചെയ്ത ID കാർഡുകൾ പരസ്പരം മാറി. കഴക്കൂട്ടം സ്വദേശികളായ നിരവധി പേർക്ക് ലഭിച്ചത് മറ്റാരുടെയോ തിരിച്ചറിയൽ കാർഡുകളാണ്. വീഴ്ച പറ്റിയ കാര്യം അറിയിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിനായി ഓൺലൈൻ വഴി അപേക്ഷ നൽകിയ ചേങ്കോട്ടുകോണം സ്വദേശി അഖിലിന് കഴക്കൂട്ടം ചന്തവിളയിലെ ബഷീറിന്റെ തിരിച്ചറിയൽ കാർഡാണ് ലഭിച്ചത്. ചേങ്കോട്ടുകോണം സ്വദേശിയായ ഷിബുവിനാകട്ടെ ചെമ്പഴന്തി സ്വദേശിയായ നളിനന്റെ കാർഡും ലഭിച്ചു. ഇങ്ങനെ 6ഓളം പേർക്ക് പരസ്പരമറിയാത്ത മറ്റാരുടെയോ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡാണ് ലഭിച്ചത്. തിരുവനന്തപുരം താലൂക്ക് ഓഫീസ് വഴിയുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണത്തിലാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏതാണ്ട് എനിക്കൊന്നൊരു 4-5 മാസമായിട്ടുണ്ടാവും. 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിപ്പോൾ കാർഡ് കയ്യിൽ വന്നു. കാർഡ് കയ്യിൽ വന്ന് എൻ്റെ കാർഡിലുള്ള ഈ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് സെയിമാണ്, നമ്പർ സെയിമാണ്, എല്ലാം സെയിമാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ID കാർഡ് വേറൊരാളുടെ ID കാർഡാണ്. അപേക്ഷ നൽകി ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോയവരാണ് പലരും. തപാൽ മാർഗമാണ് കാർഡ് വീട്ടിലെത്തിയത്. ഇക്കാര്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും കൃത്യമായ മറുപടിയില്ലെന്നാണ് ആക്ഷേപം. ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടേറിയറ്റ് ഓഫീസിലാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്, CEO ഓഫീസിൽ. അപ്പോൾ അവിടെ പറഞ്ഞപ്പം ഇത് അവർക്കൊരു സംതിങ് ന്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ലായിരുന്നു. അവർ പറയുന്നത് ഇത് വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് താലൂക്ക് ഓഫീസിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞത് താലൂക്ക് ഓഫീസിൽ കൊണ്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതിപ്പോൾ അവരുടെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ലേ, അവരെങ്ങനെ ഇത് ട്രാക്ക് ചെയ്യും? തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് മാറി ലഭിച്ച 6 പേരുടെ വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഇത്തരത്തിൽ മാറി ലഭിച്ച നിരവധി പേര് ഇനിയുമുണ്ട്. ഒരു പൗരന്റെ തിരിച്ചറിയൽ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ്. ഇതിന്റെ വിതരണത്തിലാണ് ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. എല്ലാം സുതാര്യമായും രഹസ്യമായും കൈകാര്യം ചെയ്യേണ്ടുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് വ്യക്തമായി മറുപടി നൽകേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ശങ്കലിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.